യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സുനീഷേട്ട എവിടെ? എന്താ അമ്മേ, എന്താ മോളെ? മാണിക്ക് മുഖത്ത് അരിച്ചടിച്ചടി. അമ്മ എന്താ ഈ പറയുന്നേ? അതെ മോളെ, അവനെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ചു. എന്റെ മോനെ അവര് തല്ലിച്ചതയ്ക്കോ. എന്റെ കല്ലേരി അപ്പൂപ്പ, ഞാനിതെങ്ങനെ സഹിക്കൂ? അതിനു മാത്രം എന്ത് തെറ്റാ അമ്മേ സുനീഷേട്ടൻ ചെയ്തത്? മോഷണ കുറ്റം മോളെ ചുമത്തിയിരിക്കുന്നത്. മോഷണ കുറ്റോ? അതെ മോളെ, മാണിക്യമംഗലത്തെ വജ്രമാല എന്റെ മോൻ മോഷ്ടിച്ചു. ആ അജയൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന എന്റെ മോനെ ഒറ്റിക്കൊടുത്തത്. എന്റെ ചെറുക്കനെ അവര് കൊല്ലും. അതിനു മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. മോളെ, നീ ഇതെങ്ങോട്ടാ? മാണിക്യമംഗലത്തേക്ക്. വേറെ എങ്ങോട്ടാ? വേണ്ട മോളെ, നീ അങ്ങോട്ട് പോയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവര് രണ്ടും കൽപ്പിച്ച. വെറുതെ എന്തിനാ നീ സമയം പാഴാക്കുന്നത്? പിന്നെ നമ്മള് എന്ത് ചെയ്യും അമ്മേ? എന്താ വേണ്ടേന്ന് അമ്മയ്ക്കറിയാം. എന്റെ ചെറുക്കനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. എന്റെ ഇതാരെ കമലാക്ഷിയോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ശിശുപാലൻ സാർ അകത്തുണ്ടോ രാജീവേ? ഇല്ലല്ലോ. സാർ ഗാന്ധിയന്മാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗ്വാളിയർ പോയേക്കോ. 4 ദിവസം കഴിഞ്ഞേ വരൂ. എന്താ ചേച്ചി പ്രശ്നം? എന്റെ മോനെ കള്ളക്കേസിൽ പെടുത്തി പോലീസ് പിടിച്ചു. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം രാജീവേ. ചേച്ചി പോയിക്കോ, ഞാൻ ഇപ്പൊ തന്നെ സാറിനെ വിളിച്ചു പറയാം. രാജീവേ, എന്റെ മോനെ അവര് കൊല്ലും. ശിശുപാലൻ സാർ ജീവിച്ചിരിക്കുമ്പോഴോ? ചേച്ചി എന്തായി പറയുന്നേ? ഞാൻ വിശ്വസിച്ച് പോയിക്കോട്ടെ രാജീവേ. പിന്നെ അല്ലാതെ 1 മണിക്കൂറിനുള്ളിൽ ചെക്കൻ വീട്ടിലെത്തും. ചേച്ചി ധൈര്യമായിട്ട് നോക്കും. അത് ഞാൻ ഏറ്റ്. അജയ മുതലാളി ധൈര്യമായിട്ടിരിക്കും. അവന്റെ ആപ്പീസ് ഞാൻ പൂട്ടും. ആ ശരി 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 ശരി. എന്താടോ പറഞ്ഞു വിട്ടോ ആ ശല്യത്തിനെ? ഒരു പരുവത്തിനങ്ങ് പറഞ്ഞു വിട്ടു. അവൻ ഇനി പുറം ലോകം കാണുന്നത് ഞാനൊന്ന് കാണട്ടെ. വിശ്വനാഥൻ മുതലാളിയോടാ അവന്റെ കളി. ഹലോ, കുറത്തിക്കാട് പോലീസ് സ്റ്റേഷനല്ലേ? അതെ, ഞാൻ MLA ശിശുപാലൻ. പറയൂ സർ. മോഷണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത കോതാറ കോളനിയിലെ സുനീഷ് കുമാറില്ലേ, അവനെ ജാമ്യം കിട്ടാത്ത മുഴുവൻ വകുപ്പുകളും ചുമത്തി അകത്താക്കണം. അവനെതിരെയുള്ള മുഴുവൻ തെളിവുകളും ഞാൻ അവിടെ ഹാജരാക്കും. ശരി സർ. ശരി ശരി. എന്തായി അജേട്ടാ, റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തായിരുന്നോ? കൊടുത്തെന്ന് മാത്രമല്ല, കള്ളനെ കൈയോടെ പിടിക്കുകയും ചെയ്തു. ആരാ
കള്ളൻ? ആ സുനീഷ് കുമാർ. സുനീഷോ? അച്ഛൻ എന്താ ഈ പറയുന്നേ? അതിന് സുനീഷ് എപ്പോഴാ ഇവിടെ വന്നേ? ചേച്ചി, നമ്മൾ കാണുക ഇവിടെ വരണമെന്നില്ലല്ലോ. അവന് രാത്രി വന്ന് മോഷ്ടിച്ചാലും മതിയല്ലോ. ഏതായാലും അവനത് ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. എന്താ എടുത്ത് ഇത്ര ഉറപ്പ്? അവൻ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നിട്ടൊന്നും മോഷ്ടിച്ചിട്ടില്ലല്ലോ. അത് ഇതെല്ലാം കൂടെ അവൻ ഒറ്റയ്ക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയല്ലായിരുന്നു. അത് കിട്ടുകയെന്നായപ്പോ അവൻ ഈ വഴി നോക്കിയതായിരിക്കും. എന്തോ ഞാനിത് വിശ്വസിക്കില്ല. എടുത്ത് വിശ്വസിക്കണ്ട, പക്ഷേ പോലീസുകാർ വിശ്വസിച്ചു, അത് മതി. സാധാരണ ചെയ്യാറുള്ളത് പോലെ പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്ത് വിശ്വസിപ്പിച്ചതായിരിക്കും അല്ലേ? എന്റെ പൊന്നെ, അതിന്റെ ആവശ്യമൊന്നും വന്നില്ല. ഞാൻ പരാതി കൊടുത്ത് ഇറങ്ങുമ്പോഴാ അവര് സ്വമേധയാ പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത്. മനസ്സിലായില്ലേ? എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല അവരവനെ പൊക്കിയത്. അവനാ മാല എവിടെ വിൽക്കാൻ നോക്കുമ്പോ അവിടെയുള്ളവർക്ക് സംശയം തോന്നി അവരെങ്ങനെ വിളിച്ചു പറിച്ച് പൊക്കിയതാ. അല്ലാതെ അത് നമ്മുടെ പരാതിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ തൊണ്ടി മുതൽ തിരിച്ചറിയുന്ന ജോലി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവനെ അവര് നന്നായിട്ട് ചാമ്പിയിട്ടുണ്ട്. ഞാനങ്ങോട്ട് ഇറങ്ങുമ്പോ അവന്റെ തള്ള വന്നായിരുന്നു. എന്നിട്ട് അവരെന്നെ കുറെ ഏതൊക്കെയോ രാജ്യത്തെ ചീത്തയും വിളിച്ചു. ഞാനും വിശ്വനും കൂടി കളിക്കുന്ന കളിയാന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ ബഹളം മുഴുവൻ. എന്നിട്ട് അജയേട്ടൻ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാം? സത്യം പോലീസുകാർക്കറിയാമല്ലോ. ഇനിയെല്ലാം അവര് നോക്കിക്കോളൂ. എന്നിട്ട് മാല എവിടെ? മോളെ, അത് തൊണ്ടി മുതലല്ലേടി. കോടതിയിൽ ഹാജരാക്കിയിട്ടേ കിട്ടൂ. അയ്യോ, അതെന്താ? കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആ എസ്ഐക്ക് ഒരേ നിർബന്ധം. പിന്നെ നമ്മളത് വേണ്ടാന്ന് പറഞ്ഞാലേ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുകയല്ലേ. തന്നെയുമല്ല, അവർക്ക് അവനോട് നല്ല കലിപ്പുണ്ട്. പിന്നെ മോഷിച്ചതല്ലേ, അനുഭവിക്കട്ടെ. മോളുവാ. അജയ, ഈ പറഞ്ഞതൊക്കെ നേരല്ലെങ്കിൽ, മനഃപൂർവ്വം അവനെ നിങ്ങൾ കുടിക്കതാണെങ്കിൽ, ആ പെണ്ണിന്റെ ശാപം ഒരു കാലത്തും നിങ്ങളെ വിട്ടുമാറില്ല. നിങ്ങളുടെ പെങ്ങൾ ആതിരയുടെ ഭർത്താവ് അവൻ, അത് മറക്കരുത്. അയ്യോടാ, ഇത് കൊള്ളാം. അവൻ മോഷിച്ചകത്തായതിന് ഞങ്ങൾ എന്നാ ചെയ്യാനാന്നേ? ഏടത്തേക്ക് വല്ലാത്ത അസുഖം തന്നെ. കഷ്ടം. മോള് വന്നേ, വാ വാ. എന്നാലും ഇതൊരു വല്ലാത്ത കുത്തിത്തിരിപ്പ് തന്നെ. എല്ലാ തെളിവുകളോടും കൂടി അവര് കള്ളനെയും പിടിച്ചു, മോഷണം മുതലും പിടിച്ചു. എന്നാലും കാവേരി അടുത്തേക്ക് മാത്രം വിശ്വാസം വരുന്നില്ല. മനസ്സിലാവുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവര് മാത്രല്ല, ആരും ഇത് വിശ്വസിക്കില്ല. ഇത്ര അടച്ചുറപ്പുള്ള ഈ വീട്ടില് അവൻ കയറി മാല മോഷ്ടിക്കാന്നൊക്കെ പറഞ്ഞ അടച്ചുറപ്പിന്റെ കാര്യമൊന്നും മോള് പറയാതിരിക്കുന്ന നല്ലത്. അടച്ചുറപ്പുണ്ടായിട്ടാണോ അന്ന് അച്ഛമ്മയെ കൊല്ലാൻ ഗുണ്ടകളെല്ലാം ഇവിടെ കയറി നിറങ്ങിയത്? എന്റെ ഒരു ഊഹം ഞാൻ പറയട്ടെ. എന്താ? ഉറപ്പില്ല, ഊഹം മാത്രമാ. അജയേട്ടൻ പറ. ആ മാലയെടുത്തിന് സുനീഷിന് കൊടുത്തത് കാവേരിയേട്ടത്തിയാണോ? അജയേട്ടൻ എന്താ ഈ പറയുന്നേ? നമ്മളെ തോപ്പിക്കാൻ അവരെന്തും ചെയ്യും. അവരത്രയ്ക്ക് തരം താഴത്തൊന്നുമില്ല. മനസ്സിന് വിരോധം തോന്നിയാൽ പിന്നെ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായി. മനുഷ്യൻ എന്തും ചെയ്യും. അമേരിക്ക തോപ്പിക്കാൻ ബിൻ ലാദൻ എന്താ ചെയ്തത്? അവരുടെ ഏറ്റവും വലിയ ഗോപുരം വിമാനം കൊണ്ട് ഇടിച്ചു നിരത്തി. ഇവിടുത്തെ ഗോപുരം നീയാണ്. അതാണ് പ്രതികാരത്തിന്റെ ശക്തി. നിന്നെ തോപ്പിക്കാൻ അവരെന്ത് തറവേലയും ചെയ്യുമോളെ. അതിന് മാല മോഷ്ടിക്കുന്നത് എന്തിനാ? അത് കാണാതെ പോകുമ്പോ നീ സങ്കടപ്പെടുമല്ലോ. അത് കാണുന്ന അവർക്കൊരു സന്തോഷമാണെങ്കിലോ? ഏതായാലും എന്റെ മോള് വിഷമിക്കണ്ട. മോക്ക് മുട മാല കിട്ടിയല്ലോ.
പിന്നെ എല്ലായിടത്തും അലമാരി വെച്ച് പൂട്ടിയേക്കണം കേട്ടോ. ആർക്ക് എപ്പോ എന്ത് ദുർബുദ്ധിയ തോന്നുന്നു പറയാൻ പറ്റിയല്ല. അത് നേരാ. മോളിങ് വന്നേ. എത്ര നേരം